പത്തനംതിട്ടയിൽ കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ സസ്പെൻഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ യുവാവിന് ക്രൂരമർദ്ദനമെന്ന പരാതി കസ്റ്റഡി മർദ്ദനത്തിൽ വിവാദത്തിലായി കോയിപ്രം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിയ യുവാവിനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കിയെന്നാണ് പരാതി. മർദ്ദനത്തിനു ശേഷം അഴുക്കുവെള്ളം കുടിപ്പിച്ചു. മർദ്ദിച്ച് അവശനാക്കിയതിനു ശേഷം നിർത്താതെ ചാടാൻ ആവശ്യപ്പെട്ടു. കോയിപ്രം CI ആയിരുന്ന സുരേഷ് കുമാറും ജോബിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്ന് മർദ്ദിച്ചുവെന്നും പുല്ലാട് സ്വദേശി കണ്ണൻ ന്യൂസ് മലയാളത്തിലോട് പറഞ്ഞു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ഇന്നലെ എനിക്ക് സമൻസ് വന്നേക്കുന്നു. ഞാൻ കഞ്ചാവ് കേസിൽ പ്രതിയെ കഞ്ചാവ് കൈവശം വെച്ച് ഞാൻ ഒരു ഗുമസ്തയെ വിളിച്ച് ചോദിക്കും. നമ്മുടെ വക്കീൽ ഒരു ഗുമസ്തയെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് താങ്കൾക്ക് കഞ്ചാവ് കൈവശം വെച്ചതോ വലിച്ചെന്നോ പറഞ്ഞുകൊണ്ടുള്ള പെറ്റിയാണെന്ന്. അരുൺകുമാർ എന്ന് പറഞ്ഞൊരു പോലീസാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ കേട്ടു. അന്നേരം ഞാൻ സ്റ്റേഷനിൽ ചെന്നു. നീ ഇവിടെ മാറി നിൽക്കാൻ പറഞ്ഞു. ഒരു 5-10 മിനിറ്റിനകം CIയും ജോബിൻ എന്ന് പറഞ്ഞ പോലീസുകാരനും കൂടെ വാഹനമായിട്ട് വന്ന് കയറുന്നു. രണ്ടുപേരും യൂണിഫോം മാറുന്നു. ഈ ജോബിന് എന്നെ തോളത്ത് കൈയിട്ടുണ്ട് അകത്തോട്ട് കൊണ്ടുപോവാണ്. കുനിച്ച് നിർത്തിയത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഈ സൈഡോ പുറമോ എൻ്റെ വാരിയല്ലോ കണ്ണും ചെവിയും നിങ്ങൾക്ക് വേണേൽ പരിശോധിക്കുക. അത് ഞാൻ എപ്പോഴും പറയുന്നു. ഈ ചെവി കൂടെ ചോരയാണ് ഇപ്പോഴും. ഈ ജോബിനെന്ന് പറയുന്ന പോലീസുകാരനും CIയും സുരേഷ് എന്ത് പുള്ളിയുടെ പേര് പോലും എനിക്ക് ശരിക്കും CI ഇപ്പം സസ്പെൻഷനിലാണെന്ന് പറയുന്നു. കിട്ടാമെന്നൊരു മാക്സിമം അടി ഈ പുറത്ത് മൊത്തം തലപ്പുറയിൽ ആ ജോബിനെന്ന് പറഞ്ഞ പോലീസാണ് തലപ്പുറയിൽ ഒറ്റ അടി തന്നുണ്ടല്ലോ. നക്ഷത്രം എണ്ണുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഫസ്റ്റ് അടി അവൻ്റെയാ. ഫസ്റ്റ് അടി ഈ തലപ്പുറയിലൊരു അടി അടിച്ചു. അടി കൊണ്ട് കഴിഞ്ഞു. ശരി, അടി കൊണ്ട് ഞാൻ ഇവിടുത്തെ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ് തുള്ളാൻ പറഞ്ഞു. നല്ലതായിട്ട് അടിയിട്ട് ചാടിക്കുക. അടി കൊണ്ട് ശ്വാസം വിടാൻ വയ്യ. ബാക്കി പറഞ്ഞ തുള്ളൽ കഴിഞ്ഞപ്പം അവരുടെ പന്ന മഗ്ഗിനകത്ത് വെള്ളം ഇരുന്ന പൂച്ച കുടിച്ചാണോ പട്ടി കുടിച്ചാന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു മഗ്ഗിനകത്ത് വെള്ളം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ശ്വാസം വിടാൻ പറ്റുന്നില്ല. ആ വെള്ളം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അതെൻ്റെ കവളെ കുത്തി പിടിച്ചിട്ട് ജോബിൻ വായിലോട്ട് ഒഴിച്ചു. കവളെ കുത്തി പിടിച്ചു എൻ്റെ വായിലോട്ട് ഒഴിച്ചു തരുക. പുള്ളി നിരപരാധിയാണ് സാറേ. കാരണം ഇവിടെ വഴിയിൽ ബൾബ് ഇടുന്നതിൻ്റെ പ്രശ്നമായിരുന്നു ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് വഴി പ്രശ്നം വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്നിടത്ത് ഞങ്ങൾക്ക് വഴിയില്ല. പിന്നെ എന്തോ പറ്റിയതെന്ന് എനിക്ക് അറിയത്തില്ല സാറേ. കൈക്കൂലി മേടിച്ചിട്ടാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയേച്ച് മർദ്ദിച്ചത്. ശരീരത്ത് പാടുണ്ട്. എല്ലാ പണിക്കും പൊയ്ക്കൊണ്ടിരുന്ന പുള്ളി. അപ്പോൾ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുന്നില്ല. ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. സ്കൂൾ തുറന്നപ്പോൾ പിള്ളേർക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ കടം മേടിച്ചാണ് പിള്ളേരെ സ്കൂളിൽ വിട്ടേക്കുന്നത്. ശ്രീരാജ് ബാബുവിന്റെ കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. ഇത് പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനം അദ്ദേഹം ഏറ്റു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹം തന്നെ നടന്ന ഓരോ കാര്യങ്ങളും വിവരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്. പക്ഷേ ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? എന്ത് പരാതിയുടെ പേരിലാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നത്? ആരാണ് പരാതിക്കാരൻ? എന്തായിരുന്നു തെളിവ്? എന്താണ് പോലീസ് എന്താ പറയാൻ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നത്? ഗുഡ് മോർണിംഗ് ചെയ്തു. ഒരു വഴിപ്രശ്നത്തിൻ്റെ പേരിലാണ് തർക്കം തുടരുന്നത്. അതായത് ഈ കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയും മർദ്ദനമേറ്റ വ്യക്തിയും തൊട്ട് അയൽവാസിയും തമ്മിൽ ഏറെക്കാലമായി വർഷങ്ങളായിട്ടുള്ള വഴിപ്രശ്നമാണ്. ആദ്യം ഈ കണ്ണൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ ലൈറ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ. അതിനുശേഷമാണ് ഇത്തരത്തിൽ വഴിത്തർക്കത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. ഈ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ടാണ് അയൽവാസിയായ വ്യക്തി പോലീസ് സ്റ്റേഷനിൽ കണ്ണനെതിരെ പരാതി നൽകുന്നത്. അങ്ങനെ ഈ കോയിപ്രം പോലീസ് കണ്ണനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം പ്രശ്നങ്ങൾ ഇരുവരെയും വിളിച്ചു വരുത്തി ഒത്തുതീർപ്പാക്കി വിടുന്നു. ഒരു പേപ്പറിൽ കണ്ണനോട് ഒപ്പിടാനും ആവശ്യപ്പെടുന്നു. കണ്ണൻ എന്താണ് പേപ്പറിൽ ഒപ്പിട്ടതെന്ന് പോലും കണ്ണന് വ്യക്തതയില്ല എന്നാണ് കണ്ണൻ പറയുന്നത്. ഒപ്പിടാൻ ആവശ്യപ്പെട്ട ശേഷം പ്രശ്നങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരെയും പറഞ്ഞു വിടുന്നു. ശേഷം 2 ആഴ്ച പിന്നിട്ട ശേഷമാണ് കണ്ണനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ആ 2 ആഴ്ചയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം കണ്ണൻ ഏൽക്കേണ്ടി വന്നത്. കണ്ണൻ പ്രധാനമായും ആരോപിക്കുന്നത് CI സുരേഷ് കുമാറും അതുപോലെ തന്നെ ജോബിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്നാണ് കണ്ണനെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ്. നമ്മൾ ഈ സിനിമാ കഥകളിലൊക്കെ കേൾക്കുന്നത് പോലെയുള്ള ഒരു ക്രൂരമായ മർദ്ദനമാണ് കണ്ണൻ ഏറ്റിട്ടുള്ളത്. ഇപ്പോഴും നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള കൊടിയ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ കണ്ണൻ്റെ നേരെയുള്ള ഈ പോലീസിൻ്റെ മർദ്ദനം. അതായത് പോലീസ് ക്യാമറ ഇല്ലാത്ത ഒരു ഭാഗത്തേക്ക് പോലീസ് സ്റ്റേഷന് അകത്തേക്ക് കൊണ്ടുപോകുന്നു കണ്ണനെ. ശേഷം ക്രൂരമായി CIയുടെയും അതുപോലെ തന്നെ ജോബിൻ്റെയും നേതൃത്വത്തിൽ മർദ്ദിച്ച ശേഷം അവിടെ ഉണ്ടായിരുന്ന അഴുക്ക് വെള്ളം കണ്ണനെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു എന്നാണ് കണ്ണൻ പറയുന്നത്. കണ്ണൻ പലതവണ വെള്ളം വേണ്ട, ആവശ്യമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും വാ കുത്തിപ്പിടിച്ച് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഇരുവശത്തും ക്രൂരമായി മർദ്ദിക്കുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരും ചേർന്ന്. അതുപോലെ തന്നെ മർദ്ദനമേറ്റ് അവശ നിലയിലുള്ള കണ്ണൻ നിർത്താതെ ചാടാൻ ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള
തരത്തിലുള്ള കാര്യങ്ങളും കണ്ണൻ നമ്മളോട് പറയുന്നുണ്ട്. ക്രൂരമായ മർദ്ദനം തന്നെയാണ് കണ്ണന് ഏറ്റിട്ടുള്ളത് എന്നതിൽ സംശയമൊന്നുമില്ല. കണ്ണൻ്റെ പുറത്തടക്കം വലിയ പാടുകളുണ്ട് മർദ്ദനമേറ്റതിൻ്റെ, മുഖത്തും ക്രൂരമായ മർദ്ദനമേറ്റതിൻ്റെ കടുത്ത പാടുകളുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ പോലീസ് സംവിധാനം ആകെ കുത്തഴിഞ്ഞ ഒരു സാഹചര്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഒരു ദലിത് കുടുംബത്തെ ആക്രമിച്ചതിന് പത്തനംതിട്ടയിലെ പോലീസുകാർക്ക് നടപടി നേരിടേണ്ടി വന്നത്. തുടർന്ന് ഇങ്ങോട്ട് നിരന്തരം പത്തനംതിട്ട ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോന്നി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഡിവൈഎസ്പി അടക്കം, മുതിർന്ന ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി അടക്കം ഒരു പോക്സോ കേസ് അട്ടിമറിച്ചതിന് സസ്പെൻഷൻ നേരിടുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കണ്ണന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. കോയിപ്രം സ്റ്റേഷനിലെ CIയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനായ ജോബിനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പോൾ കണ്ണനെ മർദ്ദിച്ച CI സുരേഷ് കുമാർ നിലവിൽ സസ്പെൻഷനിലാണ്. സസ്പെൻഷൻ നേരിട്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വ്യക്തി കഞ്ചാവ് കൈവശം വെച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരു വ്യക്തി പോലീസിന്റെ ഭാഗത്തു നിന്നും ആ പോലീസ് നടപടികൾക്ക് ശേഷം വീട്ടിലേക്ക് പോവുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് വലിയ വിവാദമുണ്ടായി. ഈ ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ സഹോദരനോട് ഈ ആത്മഹത്യ ചെയ്ത വ്യക്തി പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം കോയിപ്രം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏൽക്കേണ്ടി വന്നുവെന്ന്. അതിൻ്റെ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തത്. അത് വലിയ വിവാദമായി. ഇതിൽ സസ്പെൻഷൻ നടപടി നേരിട്ടിരിക്കുകയാണ് ഈ കോയിപ്രം സ്റ്റേഷനിലെ CI ആയ സുരേഷ് കുമാർ. ഇതേ സുരേഷ് കുമാറും അതുപോലെ തന്നെ സ്റ്റേഷനിൽ ഇപ്പോഴും സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ജോബിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്നാണ് കണ്ണനെയും മർദ്ദിച്ചിട്ടുള്ളത്. കണ്ണന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ക്രൂരമായ മർദ്ദനം കണ്ണൻ ഏറ്റിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ അറിയാം എത്രമാത്രം ക്രൂരതയാണ് നേരിട്ടത് എന്നുള്ളത്. ഇതിൽ ഒരു കാര്യം ശ്രീരാജ്, ഇപ്പോൾ ഈ സാധാരണക്കാർക്ക്, സാധാരണ മനുഷ്യര് അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ കാവൽ നിൽക്കുകയും അവർക്കൊരു സ്വൈര ജീവിതം ഉറപ്പാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ. ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ക്രൂരത കാരണം നിക്കപ്പൊറുതി നിൽക്കാനും ഇരിക്കാനും വയ്യാതെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തങ്ങൾ നേരിട്ട ക്രൂരതകൾ പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് കൂടി നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തുടരെ ഈ പോലീസ് അതിക്രമ വാർത്തകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നതും. അധികാരികൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഈ വാർത്ത വയ്ക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിൽ ഇത്തരത്തിൽ തുടരെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഈ കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രയും ക്രൂരത നേരിടേണ്ടി വന്നത്? ഉദ്യോഗസ്ഥർ ആ കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു അതിക്രമം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ്, ആരുടെ പോരായ്മയാണ് എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് തന്നെ പരിശോധിക്കേണ്ടതുമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു.